കടലമാവില്ലേ, കടലമാവ് ദാ നിങ്ങൾ ഇതുപോലെ അത് ഫേസിൽ തേച്ചൊന്ന് മുഖം കഴുകി നോക്കിക്കേ. നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു 20-25 മിനിറ്റ് നേരമൊക്കെ മുൻപ് ഇതുപോലെ ഫേസിൽ തേച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഒക്കെ മുഖത്ത് എത്ര വലിയ കരിവാളിപ്പും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് സ്കിന്നിന് നല്ല രീതിയിൽ നിറം കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. അപ്പം ഇത് നമുക്ക് വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് മുതൽ നമുക്ക് തേപ്പിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ സ്കിന്നിൽ ഒരു ടാനും ഒക്കെ മാറിയിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ടൈമല്ല, അപ്പം പിള്ളേരൊക്കെ ഓടിക്കളിച്ചൊക്കെ നമുക്കിങ്ങനെ വെയിലത്തൊക്കെ ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ ടാനൊക്കെ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തേച്ച് കഴുകി കുളിപ്പിച്ച് നോക്കട്ടെ, നല്ല രീതിയിൽ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ് കിട്ടും. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടലമാവ് നിങ്ങൾ വാങ്ങാൻ നേരത്തെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ കടലമാവ് വാങ്ങുമ്പം ഇപ്പം ഈ മഴ ഇടയ്ക്ക് മഴയുണ്ട്, അപ്പോൾ ആ മഴ ടൈമിൽ നമ്മൾ കടലമാവ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ചിട്ട് വെയിലത്ത് ഇന്ന് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജില്ലാത്തവർ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് നമുക്ക് അകത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അടുപ്പത്തൊക്കെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം കേടാവാതിരുന്നുള്ളൂ കേട്ടോ, അത് ഞാൻ പറഞ്ഞു തന്നെ. അപ്പം മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ തേക്കാൻ നേരത്ത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന നല്ല മഞ്ഞളുടെ പൗഡർ, അത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നെ. അപ്പം മില്ലിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതുപോലെ കടലമാവും മഞ്ഞളും അതുപോലെ തന്നെ ഒരു നുള്ള് തൈരും അതുപോലെ തന്നെ ഒരു ഇത്തിരി തക്കാളിയുടെ നീര് അതുകൊണ്ട് കൂടി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചത് ഗ്ലിസറിനാണ്. അപ്പോൾ ഈ ഗ്ലിസറിൻ നമ്മളുണ്ടല്ലോ, ഈ ചില ആളുകൾക്ക് ഈ നമ്മൾ കടലമാവ് നമ്മൾ ഫേസിൽ തേച്ച് കഴിയുമ്പം ഈ ഡ്രൈനെസ് വരും ചിലർക്ക്. അപ്പം ഡ്രൈനെസ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഈ ഗ്ലിസറിൻ നമുക്ക് നമുക്ക് സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മൾ എത്ര പ്രായം ചെന്നാലും നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല. അപ്പം നല്ല ഒന്നാണ് ഈ ഗ്ലിസറിൻ. നമ്മൾ സാധാരണ ഈ ഫേസ് പാക്കുകളിൽ അതുപോലെ തന്നെ ഫേസ് വാഷുകളിൽ ഷാമ്പൂലൊക്കെ മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ ഗ്ലിസറിൻ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് ആണെങ്കിലും നമുക്ക് ഹെയർ ഒക്കെ ആണെങ്കിലും നല്ല സിൽക്കി ആയിട്ട് എടുക്കും. അപ്പം ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ അതാണ് ഈ ഗ്ലിസറിൻ കൊണ്ട് നല്ലൊരു പ്രയോജനം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ തേക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കുകളിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തേച്ച് നോക്കിക്കുക. നമ്മൾ ആ ഗ്ലിസറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ഫേസ് പാക്കിലേക്ക് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി, നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മളിപ്പോൾ എത്ര പ്രായമായാലും ഒരു 10-35-40 വയസ്സൊക്കെ ആയാലും നമുക്ക് സ്കിന്നിലെ ഒരു സ്കിന്നിൽ ഇങ്ങനെ ചുളിവ് വീണ് തുടങ്ങത്തില്ലേ. അപ്പം അങ്ങനെ വീണ് തുടങ്ങാണ്ടൊക്കെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെയുണ്ട്. നിങ്ങളൊരു കുളിക്കുന്നതിന് ഒരു 20-25 മിനിറ്റ് നേരമൊക്കെ മുമ്പ് നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇനിയിപ്പം പകൽ തേക്കാൻ ടൈമില്ലെങ്കിൽ ഒരു രാത്രി ടൈമിലൊക്കെ തേച്ചിട്ട് മുഖം കഴുകിക്കളഞ്ഞിട്ട് കിടന്നു. അപ്പോൾ ഈ ഒരു പാക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തേക്കാം. അപ്പം ബോയ്സ് നിങ്ങളെ ഫേസിലൊക്കെ തേക്കാൻ നേരത്ത് മീശയുടെ ഭാഗത്ത്, പിരിയത്തിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഗേൾസ് ആണെങ്കിലും പിരിയത്തിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ കൂടെ വരാണ്ട് രോമത്തിൻ്റെയൊക്കെ മുകളിൽ വരാവുന്ന രീതിയിൽ തേച്ചിട്ട് കഴുകിക്കളഞ്ഞു കേട്ടോ. ചിലർ പറഞ്ഞേക്കാം മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പിരികൊക്കെ കൊഴിയുന്നു. അപ്പം നിങ്ങൾ പിരിയത്താക്കാണ്ട് മീശയിലും തടിമയൊക്കെ ആക്കാത്ത രീതിയിൽ ഫേസിൽ തേച്ചിട്ട് കഴുകി നോക്കട്ടോ. സ്കിന്ന് നല്ല രീതിയിൽ നിറം വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഉണ്ടാക്കി ഫേസിൽ തേച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാൻ മറക്കില്ല കേട്ടോ. ബൈ.